അവർക്ക് വന്ന് ജോലി ചെയ്യാം. അടുത്തത് നമുക്കെല്ലാം വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അതിപ്പോൾ തൊഴിലാണെങ്കിലും ഇപ്പം ജീവിക്കാൻ പോലും വിദ്യാഭ്യാസം വേണം. സുഖമായിട്ട് ജീവിക്കാൻ വിദ്യാഭ്യാസം വേണം. അറിവ്, വിജ്ഞാനം, ആ മേഖലകളിൽ താങ്കളുടെ പ്ലാനുകൾ, പദ്ധതികൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, താങ്കളുടെ പാർട്ടിയുടെ? ഇന്ന് നമ്മൾ വിജ്ഞാനത്തിന് വേണ്ടിയല്ല പഠിക്കുന്ന, ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ്. അതെ, അന്യനാട്ടിൽ പോയി വല്ലവനും ജോലി ചെയ്യാൻ വേണ്ടിയാണ് ജോലി പഠിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പഠിത്തം പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ പഠിച്ചിട്ട് അവിടെ നമ്മളൊന്നും നേടുന്നൊന്നുമില്ല. എത്രയോ പേര് എന്തെല്ലാം പഠിച്ചേച്ച് വേറെ എന്തെല്ലാം ജോലി ചെയ്യുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് വിദ്യാഭ്യാസം വേണോ അത് ഏതും തുടങ്ങാൻ ആർക്കും അനുവാദം കൊടുക്കും. അങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരവരുടെ ജാമ്യത്തിൽ, അതിന് അപ്പനോ അമ്മയോ ജാമ്യം നിൽക്കേണ്ട, അവരവരുടെ ജാമ്യത്തിൽ എന്തും പഠിക്കാനുള്ള ലോണ് അവർക്ക് കൊടുക്കും. അവർ പഠിച്ച് തീരുമ്പോൾ അവർക്ക് ജോലിയും റെഡിയാണ്. അങ്ങനെ വരുമ്പോൾ 10 കൊല്ലം കൊണ്ട് ഈ കാശ് അടച്ച് തീർത്താൽ മതി. ആ പിള്ളേർ ഇന്നത് പഠിക്കണമെന്ന് നിർബന്ധിക്കാൻ ഒരു അപ്പനും അമ്മയ്ക്കും പറ്റത്തില്ല. 2 പിള്ളേരെ ജനിപ്പിച്ചത് കാരണം ജീവിതകാലം മൊത്തം അതിൻ്റെ പുറകെ കിടന്ന് ചാവാനും ഒരപ്പനും അമ്മയും മെനക്കെടണ്ട. പിള്ളേർക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണം അവർ തിരഞ്ഞെടുത്ത് അവർ തന്നെ പഠിച്ച് അവർ തന്നെ മുന്നേറുന്നതിന് ഇഷ്ടം പോലെ ലോണ് അവർക്ക് കൊടുക്കും. അത് ജോലി കിട്ടി 10 കൊല്ലത്തിനകം അടച്ചു തീർത്താൽ മതി. ഗവൺമെൻറ് കൊടുക്കുമോ അല്ല ഗവൺമെൻറ് ബാങ്കുകളെ ഇത് കൊടുക്കാൻ ചോദ്യം? ലോണിൻ്റെ കാര്യം ലോണെന്ന് പറയുമ്പോൾ ബാങ്കുകാർ ഇവിടെ ഈ അമേരിക്കയിൽ ബാങ്കുകാരല്ലേ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. അതുപോലെ നാട്ടിലും അങ്ങനെ ബാങ്കുകാർ പുറകെ നടന്ന് പിള്ളേരെ പിടിച്ച് കാശ് കൊടുത്ത് അടിച്ചേൽപ്പിക്കും. ഏത് വേണേലും പഠിക്കാം, ആർക്ക് എന്തും തുടങ്ങാം, പിള്ളേർക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പഠിക്കാം. അതിന് പിന്നെ വേറെ കാര്യം, ഒരു സിലബസ് ഗവൺമെൻറ് തീരുമാനിക്കും. അത് എങ്ങനെ പഠിച്ചാലും അവരുടെ പരീക്ഷയ്ക്ക് പാസ്സായിക്കോണം. അത് ഇന്ന കോളേജിൽ പഠിക്കണമെന്നില്ല, ഇന്നാര് പഠിപ്പിക്കണമെന്നില്ല. അവർ ഇൻ്റർനെറ്റിൽ പോയിട്ട് വേണമെങ്കിലും പഠിക്കാം. അതായത് ഇന്നാരുടെ ബുക്ക് വേണമെന്നില്ല, ഇന്ന വിഷയം വേണമെന്നില്ല, എന്ത് വേണമെങ്കിലും. അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു തൊഴിലിന് വേണ്ടി, തൊഴിലിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, അതല്ലേ അതിനല്ലേ ഊന്നൽ കൊടുക്കുക. തൊഴിലിൽ കാരണം വെറുതെ കുറച്ച് സോഷ്യോളജി, ഹിസ്റ്ററി ഒക്കെ പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അവന് ഇന്നത്തെ പിള്ളേരെന്ന് പറയുന്നത് നമ്മളെക്കാട്ടിയും 10 ഇരട്ടി മിടുക്കന്മാരാണ്. അവർക്കറിയാം എന്തോ തിരഞ്ഞെടുക്കണമെന്നും എന്തോ ചെയ്യണമെന്നും. അവരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇപ്പം ഇല്ല. അവരെ പിന്നെ നമ്മൾ ഈ വഴി കൂടെ ഉണ്ടാക്കണം, അവരെ വളച്ചൊടച്ച് ഇത് ഡോക്ടർ ആക്കിയെങ്കിലേ ഒക്കൂ, എഞ്ചിനീയർ ആക്കിയെങ്കിലേ ഒക്കൂ. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ തൊഴിലധിഷ്ഠിത സാങ്കേതിക വിദ്യാഭ്യാസം. അവർക്ക് ബുദ്ധിയുണ്ട്, അവർ പഠിച്ചിട്ട് അവർക്ക് ജോലി കിട്ടുന്നത് നോക്കി അവർ പഠിച്ചോളും. അവർക്ക് എന്ത് വേണമെന്ന് അവർക്കറിയാം, സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അവർക്ക് എന്തിനാ അഭിരുചിയുള്ള അവർ പഠിച്ചോളും. പക്ഷെ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കണമല്ലോ. എന്ന് പിന്നെ എന്തുവാ പറയാ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്ന് ബൈബിളിൽ പറയുന്ന ആ വൃക്ഷം എന്ന് പറയുന്ന ഇന്നത്തെ ഇന്റർനെറ്റിൽ കയറിയാൽ മതി. ഇപ്പോൾ ധാരാളം പേര് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇപ്പം കേരളീയർ വെളിയിൽ പോയി പഠിക്കുന്നുണ്ട്. ധാരാളം പേര് സ്റ്റുഡൻസ്, ഫോറിൻ സ്റ്റുഡൻസ് ധാരാളം പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം താങ്കളുടെ ഭരണകാലത്തും ഉണ്ടാകുമോ? വരില്ല, എല്ലാം അവിടെ തന്നെ. അവിടെ എല്ലാം അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും പിന്നെ അങ്ങ് പോയി കിടന്നിട്ട് പിന്നെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, തല്ലിക്കൊല്ലപ്പെടുന്നു, ചാപ്പാട് കിട്ടാതെ പട്ടിണി കിടക്കുന്നു, മരിക്കുന്നു. ഇതൊക്കെ വേണോ? അതൊക്കെ അവോയ്ഡ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യല്ല. ഇന്ന് ഇവിടെ നാട്ടിൽ തുടങ്ങാൻ സമ്മതിക്കാത്ത കുറെ കൂട്ടരുണ്ട്. അത് വെളിനാട്ടിലുള്ളവരുടെ ലോബികളാണ്. നാട്ടിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, സമരം ചെയ്ത് കളയും. ഓക്കെ, അത് മാത്രമല്ല, അപ്പൊ നമ്മുടെ നാട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലോകത്തുള്ള ഏത് ചെകുത്താനും വന്ന് തുടങ്ങാം. നമ്മുടെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാം. അത് നേരെ ചൊവ്വേ നടത്തിക്കൊണ്ട് പോകണം. ഓക്കെ, പിള്ളേർക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നല്ലതാണെങ്കിൽ മാത്രമേ അവർ പഠിക്കാൻ അവിടെ കയറൂ. കൊള്ളാത്ത അധ്യാപകനെ വരെ അവർ ഉപേക്ഷിക്കും. അപ്പോൾ അധ്യാപകർക്ക് ധാരാളം അധ്യാപകരെ വേണം. അധ്യാപകൻ നല്ലവനാണെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. ഇന്നിപ്പോൾ അധ്യാപകന്റെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരുത്തന്റെ CD വിട്ടെങ്കിൽ എല്ലാവരും അങ്ങ് പഠിക്കും. എനിക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത്. 10ാം ക്ലാസ്സിൽ തോറ്റവൻ പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ അവൻ പഠിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയാനല്ല. ഞാൻ വിദ്യാഭ്യാസത്തെ പിള്ളേരുടെ ഇഷ്ടം പോലെ എന്ത് പഠിക്കട്ടെ. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ കോളേജ് ലെവൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ഇന്ന് വിദ്യാഭ്യാസം എല്ലാവർക്കും തൊഴിലുള്ളത് കൊണ്ട് ഈ സർക്കാരിൻ്റെ യാതൊരു നക്കാപ്പീച്ചയും വേണ്ട, കൺസെഷൻ വേണ്ട, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മറ്റേ മറിച്ച് പ്രശ്നം. അതായത് ഈ സംവരണം ഇല്ലാതെയാകുകയാണ്, സ്വയം ഇല്ലാതാകുന്ന അവിടുത്തെ സംഭരിക്കുന്ന എല്ലാവർക്കും ജോലി ഉണ്ട്, പിന്നെ സംവരണം എന്തിനാ? അതിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും പഠിക്കാൻ സൗകര്യമുണ്ട്. സംവരണം ഒരു കാര്യം ഞാൻ എന്നോട് വിയോജിക്കുന്ന എനിക്കറിയാം, സംവരണം അതൊരു ഇന്ത്യ ഗവൺമെന്റിന്റെ നയമാണ്, കേരള ഗവൺമെന്റിന്റെ മാത്രമാണ്, കേരള ഗവൺമെന്റിന്റെ നയമല്ല, അതൊരു മരണമാണ്. കേരള ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ സംവരണം മാറ്റാൻ പറ്റില്ല. സംവരണം എന്ന് പറയുന്ന ഒരു മരണമാണ്. കുറെ ആൾക്കാരെ ഇങ്ങനെ അവര് തെണ്ടികളാണെന്നും കുറഞ്ഞവരാണെന്നും കാണിക്കാൻ വേണ്ടി ഇതെല്ലാവർക്കും ജോലി കിട്ടി അവനവന്റെ മക്കളെ പറഞ്ഞു വിട്ട് പഠിപ്പിക്കുന്ന അതിലെ കൺസെപ്റ്റ് ഇതാണ്. ഇതിപ്പം രാജൻ ആവശ്യമില്ലെന്ന്. അതായത് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം ഇന്ത്യയിലുണ്ട്, അടിയില്ല ഇടിയില്ല, ഇപ്പൊ ഇല്ല. അപ്പോൾ അവരിനിയും മുന്നോട്ട് വരാൻ ഇന്ത്യ ഗവൺമെന്റ് കനിഞ്ഞ് നൽകിയിരിക്കുന്നതാണ് അവരുടെ ആൾക്കാർക്ക്. നിങ്ങൾ പിന്നെ ഈ പുറയിലോട്ട് പോകുന്ന എന്തിനാ? ഈ ഗവൺമെന്റ് ഇപ്പൊ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പിന്തിരിപ്പെന്ന ഇടപാടുകളായി. ഇപ്പൊ നമ്മുടെ ഭരണം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ സൗകര്യം, എല്ലാവർക്കും ജോലി, സംവരണത്തിന്റെ ആവശ്യമില്ല, റേഷന്റെ ആവശ്യമില്ല, റേഷനും ഇല്ല, ഈ സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല, സബ്സിഡി നിർത്തലാക്കി, എല്ലാം സ്വയം നിന്നു പോകും. കാരണം ആവശ്യമില്ല, ജനങ്ങൾക്കായിട്ട് ആവശ്യമില്ല, എല്ലാവർക്കും ജോലിയുണ്ട്, പണമുണ്ട്, അവർക്ക് പിന്നെ എന്തിനാ ഇതൊക്കെ? ജനങ്ങൾ തെണ്ടികളാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തെണ്ടിത്തരത്തിൽ ആക്കി വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റങ്ങളാണ് ഇതെല്ലാം. കാരണം അവൻ വായെടുത്ത് മിണ്ടരുത്, ഞാൻ തെണ്ടിയാന്ന് അവൻ സ്വയം മനസ്സിലായിക്കോണം. സ്ഥിരം അവൻ തെണ്ടിയാണ്. അപ്പൊ കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു വ്യവസ്ഥയിലേക്കല്ലേ എല്ലാവർക്കും കയ്യൂക്ക് ഉണ്ടാവുമല്ലോ. എല്ലാവരും കാശുണ്ട്, എല്ലാവർക്കും പഠിക്കാൻ സൗകര്യമുണ്ട്, എല്ലാവർക്കും കയ്യൂക്ക് ഉണ്ടാവണം. നമുക്ക് സമ്പന്നത, ആദ്യത്തെ തൊഴിലിന്റെ കാര്യവും മറ്റതിലും എല്ലാം ഇത് ഉൾപ്പെടുന്നു സമ്പന്നത. എങ്കിൽ കൂടെ അതിനെപ്പറ്റി ഒരു കുറച്ചുകൂടെ വിവരിച്ചൊന്ന് പറയാൻ. സമ്പന്നത, ജോലി ഇല്ലാത്ത സ്വാതന്ത്ര്യം അടിമത്തമാണ്. നമ്മൾ കുറെ നാൾ അനുഭവിച്ച് നിവൃത്തിയില്ല ഞാൻ സ്ഥലം വിട്ട് അന്യനാട്ടിൽ പോയത്. എന്തെങ്കിലും കാശ്, എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ആരുടെയെങ്കിലും കൈ നീട്ടണം. അപ്പൻ്റെ ആയാലും അമ്മയായാലും സഹോദരനായാലും ആരെങ്കിലും കൈ നീട്ടിയല്ല പറ്റുമോ? അതൊരു അടിമത്തമാണോ? ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടിമത്തം മാറി അവൻ ഇഷ്ടം പോലെ കാശായ സമ്പന്നതയായോ? ഒരു പരിധി വരെ. അത് ചെലവാക്കി കളയാതിരിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. വീട്, താമസ സൗകര്യം ഉണ്ട്, പിന്നെ അതിനകത്ത് പിന്നെ ചെലവാക്കുക എന്നുള്ളത് ഈ സമ്പത്ത് വന്നാൽ അത് ചെലവാക്കാനാണല്ലോ, അത് കൂട്ടിപ്പിടിച്ചോണ്ടിരിക്കാനല്ലോ. കൂടുതൽ ചെലവാക്കണം. അത് അമേരിക്കൻ സിസ്റ്റം. ചെലവാക്കണം ജനക്ഷേമ പരിപാടി അതല്ല, ജനക്ഷേമ പരിപാടി നമ്മുടെ ജീവിതത്തിനായിട്ട്. അതായത് ലുബ്ധിച്ചോണ്ടത് കെട്ടിവെച്ചോണ്ട് കാര്യമില്ല. നമ്മൾ മരിക്കുമ്പോൾ അത് കൊണ്ടുപോകുന്നില്ല. മരിക്കാനല്ലല്ലോ ഇതിപ്പോ. അല്ല, മരണം ഉണ്ടല്ലോ. അത് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ സമ്പത്ത് അത് വിനിയോഗിക്കണം. അതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ അത് യോജിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പറയാം. ജോലിയായി, നീതിയായി, വീടായി, വിദ്യാഭ്യാസമായി, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയത് പറയാം. ഈ 100 നില കെട്ടിടത്തിനകത്ത് 1 കിലോമീറ്റർ ഇടയ്ക്ക് വെച്ചിട്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാവും. അവിടെ വന്നിട്ട് ആഹാരം കഴിച്ചു പോയാൽ മതി. ഇയാൾ പിന്നീട് വീട്ടിൽ അരിയുണ്ടോ, എണ്ണയുണ്ടോ, തേങ്ങ ഉണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സോഷ്യലിസം. ജോലി സോഷ്യലിസം അല്ല, അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ളത് വാങ്ങിച്ചോണ്ട് പോവുക. കമ്മ്യൂണിറ്റി കിച്ചൺ അവിടെ ആർക്കും കയറി ചെല്ലാം. അവർക്ക് വന്ന് ഇഷ്ടമുള്ളത് 7 തരം ആഹാരം കാണും, ഉണ്ടാവും. ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെട്ടത് കഴിക്കുക. അതിനകത്ത് സോഷ്യലിസം ഒന്നുമില്ല. അപ്പൊ അവിടെ ആഹാരം അവിടെ റെഡിയാക്കാൻ വേറെ ആൾക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. വീട്ടിൽ ജോലി ചെയ്യണ്ട, ഭാര്യ കുക്ക് ചെയ്യാൻ നിൽക്കണ്ട, അവർക്കും ജോലി ചെയ്യാം, ഭർത്താവിനും ജോലി ചെയ്യാം, സുഖമായിട്ട് ജോലിയും ചെയ്ത് ജോലി കഴിഞ്ഞ് വീട്ടുജോലികളൊന്നുമില്ല. വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി പ്രത്യേകം സൗകര്യങ്ങൾ ഉണ്ടാവും. സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടാൻ പോകണ്ട, അവിടെ അടുത്ത് തന്നെ ആയിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെലവുകൾ ഒത്തിരി അങ്ങ് കുറയും. ഈ കിട്ടുന്ന കാശിനകത്ത് 75% സമ്പാദിച്ച കൂട്ടത്തേ ഉള്ളൂ. അപ്പൊ സമ്പന്നത ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. സാധാ സമ്പന്നത. അപ്പം എനിക്കും പ്രേക്ഷകർക്കും മനസ്സിലാകാനായി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് നമുക്ക് സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, അതുമാതിരി കമ്മ്യൂണിറ്റി കിച്ചൺ അവരവരുടെ ഇഷ്ടം. റൈറ്റ്, മനസ്സിലായി. ഓക്കെ.
ഇപ്പം ഈ വീടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പിന്നെ 500 അടിയിൽ പിന്നെ സ്ഥലം കിടക്കുന്നത്. അവിടെ എല്ലാ കളിക്കളങ്ങളും ഉണ്ടാവും, നീന്തക്കുളങ്ങളും ഉണ്ടാവും, ടെന്നീസ് മറ്റേ കളികളെല്ലാം ഉണ്ടാവും. ആ പിള്ളേർ ജനിക്കുന്നിടം മുതൽ അവർക്ക് കളിക്കാനും കുളിക്കാനും എടുക്കാനുമുള്ള സൗകര്യം എല്ലാം. എന്തെങ്കിലും ഒരു അടുക്കളത്തോട്ടം എന്തെങ്കിലും അതിനുള്ള സംവിധാനം. ഞാനിത് പറയട്ടെ, ഈ പിള്ളേർക്ക് കളിക്കാനും ഉള്ള സൗകര്യം ഉണ്ടാകുമ്പം ഒളിമ്പിക്സിൽ പോയി ഒരു 10 20 മെഡൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കാലം കൂടുതൽ ദൂരമല്ല. കാരണം ജനിക്കുന്നിടം മുതൽ അവർക്ക് എല്ലാം ഉണ്ടാകും. കേരളത്തിലേക്ക് ഒളിമ്പിക്സ് കൊണ്ടുവരുമോ? കൊണ്ടുവരാൻ പറ്റുമോ? നമ്മളെന്തിനാ എവിടെങ്കിലും ഇതുവരെ ഒളിമ്പിക്സ് നടത്തിയിട്ടില്ല. അത് നമ്മുടെ പണിയല്ല. അല്ല, സമ്പന്നത വരുമ്പോൾ ചോദ്യം അത് തെറ്റ്. നമുക്കതല്ല വേണ്ടത്. ഒളിമ്പിക്സിനെ പരാമർശിച്ചുകൊണ്ട് അതും പറഞ്ഞു. ഒളിമ്പിക്സിൽ പോയി അത് ഇന്ത്യ നടത്തിയാലും ലോകത്തിന്റെ എവിടെ നടത്തിയാലും മെഡൽ നമ്മൾ കൊണ്ടുവരിക, സ്വർണ്ണ മെഡലുകൾ കൊണ്ടുവരാൻ തൽപരരാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങളാണ് ഈ കെട്ടിടത്തിന്റെ പുറകിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വോട്ട് മെഡൽ പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. വോട്ട് മെഡലല്ല, പരിയമ്പറത്തൂടെ പോയാൽ ഏതാണ്ട് വലിയ കാര്യമാണ്. ഒരു മെഡലൊന്ന് അതിന്റെ സ്വർണ്ണ മെഡൽ വാരിക്കൂട്ടാനുള്ള വഴിയാണ് ഈ 100 നില കെട്ടിടത്തിന്റെ പുറകെ കിടക്കുന്ന സ്ഥലത്ത് എല്ലാ കളിക്കളങ്ങളും, സ്പോർട്സും കളിക്കളങ്ങളും സ്റ്റേഡിയങ്ങളും ഒക്കെ ഉണ്ടാവും. അതുപോലെ ഈ കെട്ടിടത്തിനകത്ത് എല്ലാ തിയേറ്ററുകളും എല്ലാ കമ്പ്യൂട്ടറുകളും എല്ലാ എന്റർടൈൻമെന്റ് സിനിമ തിയേറ്റർ ഇന്റേണൽ ആയിട്ടുള്ള ഗെയിംസ് എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും. കൂടുതൽ ദൂരം ഒന്നും പോണ്ട. നമുക്ക് മാളുകള് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും. പിന്നെ ഇപ്പോഴത്തെ സ്വർഗ്ഗതുല്യമായിരിക്കും ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത് പിന്നീട് എന്തെന്ന് പറയുന്ന ഈ എക്സസൈസ് ചെയ്യാൻ പോകുന്ന ഒരു പേര് പറയുമല്ലോ, ജിംനേഷ്യം എന്ന് വേണ്ട എന്തൊക്കെ ആവശ്യമുണ്ട് ഈ കെട്ടിടത്തിൽ ഉണ്ടാവും. കൂടുതൽ ദൂരം നമുക്ക് കൂടുതൽ മസിൽ പവർ എന്ത് വേണേലും മനുഷ്യന് ലോകത്ത് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കും. അല്ലാതെ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിരിക്കും. പിന്നെ സമാധാനത്തിന്റെ കാര്യം പറഞ്ഞാല് കാശുണ്ടെങ്കിൽ സമാധാനം തന്നെ വന്നോളും. വഴക്കും എന്ന് പറയാൻ പറ്റില്ല. കാശ് എത്ര വീട്ടില് കാശുള്ള വീട്ടില് ഇന്നത്തെ അല്ല മനസമാധാനം ഇല്ല ജീവിക്കും. കണക്കാ ഞാൻ പറയുന്നത്. ഒരു ഭിക്ഷക്കാരൻ സമാധാനമായിട്ട് അവൻ കിടന്നുറങ്ങുന്നു, ഒരു പണക്കാരന് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ഇന്നത്തെ രീതി കൊണ്ടാ. അന്നത്തെ രീതിയിൽ അങ്ങനല്ല. ഈ ഒരു കൊല്ലം കൊണ്ട് അന്നത്തെ രീതിയിൽ മാറ്റം മറിഞ്ഞ് അവൻ സുഖമായിട്ട് പണക്കാരന് പണക്കാരെ എല്ലാരും പണക്കാരായ അസൂയയില്ലല്ലോ. അവനെക്കാട്ടി വലുതായി അവനെക്കാട്ടി വലുതാവുന്ന പ്രശ്നമില്ല. എല്ലാവരും ഒരുപോലെ. മാവേലി നാട് കാണുക എല്ലാവരും അവിടെ വരുന്ന ഉടനെ ആർക്കും അസൂയ കുശുമ്പും പിന്നെ ഇതൊന്നുമില്ല. വഞ്ചനയില്ല. മാത്രമല്ല കള്ള നേതാക്കന്മാരും ഇല്ല.